ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിനോട് കൂടെ ഒരു പുതുവർഷത്തിലേക്ക് 2015 നമ്മൾ കാലെടുത്ത് വയ്ക്കുകയാണ്. ചിലരുടെ ജീവിതത്തിൽ ഒരുപക്ഷെ 2ാമത്തെ പുതുവർഷമാകാം, ചിലരുടെ 20ാമത്തേതാകാം, ചിലരുടെ 60ാമത്തേതാകാം, ചിലരുടെ 100ാമത്തേതാകാം. പിന്നിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആരുടെയും ജീവിതത്തിൽ സുഖവും സമാധാനവും സന്തോഷവും മാത്രം സമ്മാനിച്ച ഒരു വർഷമുണ്ടാകും തോന്നുന്നില്ല. അതേസമയത്ത് കടന്നു പോകുന്ന നാളുകളിലേക്ക് നോക്കുകയാണെങ്കിൽ തകർച്ചയും ദുഃഖവും മരണവും മാത്രം സമ്മാനിച്ച ഒരു വർഷം ഉണ്ടാവും തോന്നുന്നില്ല. ഇത് രണ്ടും ഇടകലർന്നതാണ്. കാരണം മനുഷ്യരുടെ പാപം മൂലം അസ്വസ്ഥമായ മൺതട്ടിൽ ഇത് മാറി മറിഞ്ഞു വരും. അത് സ്വാഭാവികമാണ്. നമ്മളോട് തിരുവചനം ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, വിലാപങ്ങളുടെ പുസ്തകം 3:22 പറയുന്നത് കർത്താവിൻ്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. ഓരോ ദിവസം ആരംഭിക്കുമ്പോൾ ഇന്നലത്തെ പൂക്കളല്ല, ഇന്നലത്തെ വായുവല്ല, എല്ലാം പുതുതാണ് കർത്താവിൻ്റെ സന്ധ്യയിൽ. ഓരോ പ്രഭാതത്തിലും കർത്താവിൻ്റെ സ്നേഹം പുതുതാണ്. ഈ സ്നേഹം ഒരു വ്യക്തിക്ക് അനുഭവമാകണമെങ്കിൽ ദൈവം ഒരു പാപിയെയും ഒരു വിശുദ്ധനെയും ഒരേപോലെയാണ് സ്നേഹിക്കുന്നത്. അത് ഈശോ പറഞ്ഞു, ദുഷ്ടരുടെയും ശിഷ്ടരുടെയും മേൽ അവിടുന്ന് സൂര്യനെ ഉദിപ്പിക്കുന്നു, നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യിക്കുന്നു. എന്നാൽ ഒരു വിശുദ്ധനും ഒരു പാപിയും ഈ സ്നേഹം അനുഭവിച്ചറിയുന്നത് വ്യത്യസ്ത തോതിലായിരിക്കും, വ്യത്യസ്ത അളവിലായിരിക്കും. ഇപ്പോൾ സൂര്യൻ്റെ പ്രഭാതത്തിലെ ചൂടും നട്ടുച്ചയ്ക്കുള്ള ചൂടും വൈകുന്നേരമുള്ള ചൂടും ഒരുപോലെയല്ല അനുഭവപ്പെടുന്നത്. കുറച്ചുകൂടി കഴിഞ്ഞാൽ രാത്രിയാകുക. രാത്രിയാകുമ്പോൾ സൂര്യനില്ലാത്തതുകൊണ്ടല്ല നമ്മൾ ഇരുട്ടിൽ കഴിയുന്നത്. സൂര്യന് അഭിമുഖമായി ഭൂമി നിന്നപ്പോൾ നമുക്ക് വെളിച്ചമായിരുന്നു, പുറംതിരിഞ്ഞ് നിന്നപ്പോൾ ഇരുട്ടായിരുന്നു. അപ്പോൾ ഓരോ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ ഒഴുകി വരുന്ന സ്നേഹം ഒരു വിശ്വാസിക്ക് അനുഭവപ്പെടണമെങ്കിൽ പാപത്തിൻ്റെ കാർമേഘ പടലങ്ങൾ എനിക്കും ദൈവത്തിനും ഇടയിൽ വന്ന് തങ്ങി നിൽക്കുമ്പോഴാണ് ജീവിതം അന്ധകാരമായി മാറുന്നത്, ദുഃഖപൂർണ്ണമായിട്ട് മാറുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാണ്, ഓരോ ദിവസത്തിലത് പുതിയതാണ്. ആഴ്ചയുടെ 1-ാം ദിവസം ഒരു പുതിയ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. മാസത്തിൻ്റെ ആദ്യ ദിവസം നമ്മൾ പുതിയ മാസത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇപ്പം നമ്മൾ ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതിനകത്ത് നമ്മളുടെ ഒരു കടമ ബൈബിൾ പറയുന്നത്, നമ്മുടെ പിന്നിലുള്ള നാളുകളെ നമുക്കൊന്ന് പരിശോധിക്കാം. കടന്നു പോകുന്ന നാളുകൾ, അതിൽ നിന്ന് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഗുരു എന്ന് പറയുന്നത് അവൻ്റെ അനുഭവമാണ്. കഴിഞ്ഞ നാളുകളിൽ ദൈവത്തോട് ആലോചന ചോദിക്കാതെ ചില കാര്യങ്ങൾ നമ്മൾ തീരുമാനമെടുത്തത്, അത് പലപ്പോഴും വിജയിച്ചിരിക്കണമെന്നില്ല. മാനുഷികമായ ബുദ്ധി കൊണ്ട് ഇത് ശരിയാണെന്ന് തോന്നി നമ്മൾ ചില തീരുമാനങ്ങളെടുത്തു. സുഭാഷിതം 14 പറയുന്നത് ശരിയെന്ന് തോന്നുന്ന വഴി ചിലപ്പോൾ മരണത്തിലേക്കുള്ളതാകാം. അപ്പോൾ അതിൻ്റേതായ ദുഃഖ ദുരിതങ്ങൾ ഒരു പക്ഷേ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ നാളുകളിൽ നമ്മളുടെ വഴിയൊന്ന് പരിശോധിക്കേണ്ടതായിരിക്കുന്നത് നല്ലതാണ്. ഞാൻ ദൈവത്തോട് ചേർന്നായിരുന്നോ 2014 സഞ്ചരിച്ചത്? അതൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. 2, സങ്കീർത്തനം 103 2-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, കർത്താവിൻ്റെ അനുഗ്രഹം ഒന്നും മറക്കരുത്. ഈ കഴിഞ്ഞ വർഷം 2014 എന്തുമാത്രം അനുഗ്രഹങ്ങൾ ലോകത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, വ്യക്തി ജീവിതത്തിലേക്ക് ദൈവം വർഷിച്ചിട്ടുണ്ട്. ചിലരുടെ വിവാഹം നടന്നു, പുതുതായിട്ട് അവർ കുടുംബജീവിതത്തിലേക്ക് നടന്നു. ചിലർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു, അവർ പ്രാർത്ഥിച്ചു, സന്താന സൗഭാഗ്യം ലഭിച്ചു. ഒരു വീട് അവരുടെ സ്വപ്നമായിരുന്നു, ആ വീട് ലഭിച്ചു. ഒരു വാഹനം ഒരു സ്വപ്നമായിരുന്നു, അത് 2014 ലഭിച്ചു. ഒരു മാരക രോഗത്തിൽ നിന്നുള്ള വിടുതൽ, സൗഖ്യം 2014 ലഭിച്ചു. ദൈവത്തെ അറിയാതെ ജീവിച്ച 10,000-ങ്ങൾ, ലക്ഷങ്ങൾ 2014 അവർ ദൈവ അനുഭവത്തിലേക്ക് കടന്നു വന്നു. ചിലരുടെ വിദേശ രാജ്യത്തിലെ ജോലി ഒരു സ്വപ്നമായിരുന്നു, അവർക്ക് ആ ജോലി ലഭിച്ചു. ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത നന്മകൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷെ സ്വതവേ നമ്മൾ മലയാളികളെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു നന്ദി ഇല്ലാത്തവരാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ സംസ്കാരത്തിൽ നന്ദി പ്രകടിപ്പിക്കുന്നൊരു ശീലം വളരെ കുറവാണ്. യൂറോപ്പിലൊക്കെ അങ്ങനെയല്ല. ഒരു ചെറിയ കാര്യത്തിന് പോലും ഒരു 100 പ്രാവശ്യം നന്ദി പറഞ്ഞാൽ അവർക്ക് മതിയാകില്ല. അതവരുടെ സംസ്കാരമാണ്. നമ്മൾ നന്ദിയുള്ളവരായിരിക്കും, ചിലപ്പോൾ ഉള്ളിൽ കാണും. പക്ഷെ ബൈബിൾ പറയുകയാണ്, ദൈവം ചെയ്ത അനുഗ്രഹം ഒന്നും മറക്കരുത്. എല്ലാത്തിനും അവിടത്തേക്ക് നന്ദി പറയേണ്ടത് ആവശ്യമാണ്. 10 കുഷ്ഠരോഗികൾ പോകുന്ന വഴിയിൽ സൗഖ്യം പ്രാപിച്ചത്
9 പേര് ഒരു മാരക രോഗത്തിൽ നിന്ന് വിടുതൽ കിട്ടിയിട്ട് അവരവരുടെ വീട്ടിലേക്ക് ഓടി. ഭാര്യയോടൊപ്പം, ഭർത്താവിനോടൊപ്പം, മക്കളോടൊപ്പം ജീവിതം ആസ്വദിക്കാൻ വേണ്ടി അവർ ഓടി. ഒരു അന്യമതത്തിൽപ്പെട്ട ഒരു സഹോദരനും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അയാൾക്കും വീട്ടുകാരും നാട്ടുകാരും ഇല്ലാഞ്ഞിട്ടല്ല, അയാൾ തിരിച്ചു വരികയാണ് കർത്താവിൻ്റെ കാൽപാദങ്ങളിലേക്ക് നന്ദി പറയാനായിട്ട്. അപ്പോൾ യേശു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, 10 പേരല്ലേ സുഖപ്പെട്ടത്, ഈ ഒരു വിജാതിയനല്ലേ തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയുള്ളൂ. അപ്പോൾ നമ്മളൊരു വർഷം പിന്നിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് കയറി നിൽക്കുമ്പോൾ, 2015 പ്രവേശിക്കുമ്പോൾ എണ്ണി ജനുവരി മുതൽ ഈ ഡിസംബർ അവസാനം വരെ നമുക്ക് തന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ, അനുഗ്രഹം ഒന്നും മറക്കരുതെന്നാണ് പറയുന്നത്. ഒന്ന് പറഞ്ഞ് സ്തുതിക്കുമ്പോൾ നമ്മൾ നന്ദിയുള്ളവരാകും. അങ്ങനെ ഓരോ അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞ് സ്തുതിക്കുമ്പോൾ നമ്മുടെ അനേക പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ തുടങ്ങും. യേശുവിൻ്റെ ജീവിതത്തിൽ അങ്ങനെയാണ്. മരിച്ച ലാസറിനെ ഉയർപ്പിക്കാൻ വരുമ്പോൾ ലാസർ മരിച്ച് 4 ദിവസം കഴിഞ്ഞു. എൻ്റെ പിതാവേ, എൻ്റെ പ്രാർത്ഥന ഒന്ന് കേൾക്കണമേ, ലാസറിനൊന്ന് ജീവൻ കൊടുക്കണമേ എന്നല്ല പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു, എന്തെന്നാൽ അങ്ങൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ. ഇപ്പം ലാസറിനോട് കൽപ്പിച്ചിട്ടില്ല. ലാസർ മരിച്ചവനായി ഏതാണ്ട് ദ്രാവക രൂപത്തിൽ കുഴിയിൽ കഴിയുകയാണ്. അവിടെ നിന്നിട്ടാണ് പിതാവിൻ്റെ അടുത്ത് നന്ദി പറയുകയാണ്, പിതാവേ അങ്ങേക്ക് നന്ദി പറയുന്ന എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ. എന്നിട്ട് ലാസറിനോട് പറയാൻ, ലാസറെ പുറത്ത് വരിക. അപ്പം നമ്മുടെ കൊച്ചു കൊച്ചു കാര്യത്തിന് പോലും നമ്മൾ നന്ദി പറയുന്നവരാകുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ദൈവസ്നേഹം വന്നു നിറയും. ഓരോ പ്രഭാതത്തിലും പൊട്ടിവിടരുന്ന, ഓരോ പ്രഭാതത്തിലും നിർഗളിക്കുന്ന ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം ഈ ഭൂമിയിൽ ജീവിക്കുന്നൊരു മകനിലേക്ക്, മകളിലേക്ക് അനുഭവമാകാൻ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവത്തിന് നന്ദി പറയുക എന്നുള്ളത്. അത് കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട്. ഈ ഒരു വിജാതിയനല്ലേ തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് തോന്നിയുള്ളൂ ചോദിക്കുകയായിരുന്നു. 2, നമുക്ക് ഓരോ വർഷം തരുന്ന ഒരു സന്ദേശം. ഈശോ പറഞ്ഞു, നിൻ്റെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിൻ്റെ ഹൃദയം. മത്തായി സുവിശേഷം 6 ഈശോ പറയുന്നു, നിൻ്റെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിൻ്റെ ഹൃദയം. ഒരു പക്ഷേ നമ്മൾ നമ്മുടെ വയസ്സൊന്ന് കണക്ക് കൂട്ടി നോക്കുക. ഈ വചനം കേൾക്കുന്ന നമ്മുടെ വയസ്സ്, ഇത്ര കാലം നമ്മൾ ജീവിച്ചു. ഈ ജീവിതത്തിൽ സ്വർഗത്തിൽ ഞാൻ എന്തെങ്കിലും നിക്ഷേപം കൂട്ടി വെച്ചിട്ടുണ്ടോ? അല്ല, എനിക്കുള്ളതല്ല ഈ ഭൂമിയിൽ തന്നെയാണോ? മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ സുന്ദരമായ നിമിഷം ഏതാണെന്ന് ചോദിച്ചാൽ മരണനിമിഷമാണ് അത്. നിങ്ങളത് സ്വീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദര നിമിഷം എന്ന് പറയുന്നത് ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുന്ന നിമിഷമാണ്. മറുവശം കൂടിയുണ്ട്, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഭീകര നിമിഷം എന്ന് പറയുന്നതും മരണനിമിഷമാണ്. ആർക്കാണ് മരണം സുന്ദര നിമിഷമായിട്ട് അനുഭവപ്പെടുന്നത്, ആർക്കാണ് ഭീകരമായിട്ട് അനുഭവപ്പെടുന്നത്? ഈശോയുടെ വചനം തന്നെ. എനിക്ക് ദൈവം അനുവദിച്ച നാളുകളിൽ ഞാൻ മരണാനന്തര ജീവിതത്തിന് വേണ്ടി വല്ലതും സമ്പാദിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും നിക്ഷേപം ഞാൻ സ്വർഗത്തിൽ സമ്പാദിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ നിക്ഷേപമുള്ള സ്ഥലത്തേക്ക് പോകുന്നതിൽ എനിക്ക് സന്തോഷമായിരിക്കും. ദൈവം അനുവദിച്ച ജീവിതം ഈ ഭൂമിയിൽ മാത്രമാണ് ഞാൻ ശേഖരിച്ച് വെച്ചിരിക്കുന്നതെങ്കിൽ ഇതെല്ലാം വിട്ടുപേക്ഷിച്ച് സിമിത്തേരിയിൽ 6 അടി മണ്ണിലേക്ക് പോകാൻ ആർക്കാ ഇഷ്ടം? 1.5 കോടി മുടക്കി പണിത കൊട്ടാരത്തിൽ നിന്ന് നാളെ ഒരു പെട്ടിക്കകത്താക്കി ധനികനും ദരിദ്രനും സംസ്കരിക്കപ്പെട്ടിരിക്കുന്ന ഈ ശവകുടീരത്തിലേക്ക് പോകാൻ ആർക്കാ ഇഷ്ടം? അതേ സമയത്ത് ദൈവം തന്ന ഈ ജീവിതം ദൈവത്തിന് മരണശേഷം ഞാൻ എന്തെങ്കിലും നിക്ഷേപം കരുതി വെച്ച വ്യക്തികൾക്ക് തീർച്ചയായിട്ടും അവിടെ എത്താനായിട്ട് കൊതിയുണ്ടാകും. അത് അവരെ സംബന്ധിച്ച് സുന്ദരമായിരിക്കും ഈ നിമിഷം. വിശുദ്ധ പൗലോസ്ലീഹ പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധി വന്നു. എന്താണ് പ്രതിസന്ധി? ഒന്ന്, ഞാൻ ശാരീരികമായിട്ട് തുടരുകയാണെങ്കിൽ സുവിശേഷ വേല ചെയ്ത് 10 ആത്മാക്കളെ നേടാൻ പറ്റും. അത് ഓർക്കുമ്പോൾ എനിക്ക് ഈ ഭൂമിയിൽ തുടരാനാണ് ഇഷ്ടം. എന്നാൽ ഇപ്പം മരിക്കുകയാണെങ്കിലോ എനിക്ക് തമ്പുരാൻ്റെ കൂടെ ആയിരിക്കാൻ പറ്റും, കൊതിയാകുക. ഇത് രണ്ടിൻ്റെ ഇടയിൽ കിടന്ന് ഞാൻ ഞെരുങ്ങുകയാണ്. ഏത് തിരഞ്ഞെടുക്കണമെന്നറിയില്ല. മരണം തിരഞ്ഞെടുത്താൽ എനിക്ക് ഒരു സ്വാർത്ഥതയാണ്. എനിക്ക് ഈശോയോട് കൂടിയായിരുന്നു ആ സ്വർഗീയ സൗഭാഗ്യം ആസ്വദിക്കാം, കൊതിയാകുക, വെമ്പൽ കൊള്ളുക. അതേ സമയത്ത് ഇവിടെ മറിച്ചാണെങ്കിൽ 10 ആത്മാക്കളെ നേടാൻ പറ്റും. ഓരോ വിശ്വാസിയും ഈ ഒരു അവസ്ഥയിലേക്ക്, മാനസികാവസ്ഥയിലേക്ക് വരേണ്ടവരാണ്. അപ്പം മരണാനന്തര ജീവിതത്തിൽ എന്തെങ്കിലും സ്വത്ത് സമ്പാദിച്ച് വെച്ചവർക്കാണ് അങ്ങോട്ട് പോകാനായിട്ട് വളരെ സന്തോഷം തോന്നുക. എൻ്റെ ഒരു സഹോദരി അന്നിങ്ങനെ നവീകരണമില്ല, കരിസ്മാറ്റിക് ഇല്ല, ദർശനമില്ല, പ്രവചനമില്ല, ഒന്നും അറിയില്ല. ടൈഫോയിഡ് പിടിപെട്ട് എല്ലാ പ്രതീക്ഷയും അസ്ഥാനത്തായി, മരുന്നൊന്നും പ്രതികരിക്കുന്നില്ല. മരണം കാത്തു കഴിയുക, ഡോക്ടർ നിർദ്ദേശം അടുത്ത ആൾക്കാർ വേണം, ഏത് സമയത്തും മരണം സംഭവിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ സഹോദരി ചുറ്റും നിൽക്കുന്നവരെയൊക്കെ നോക്കി പുഞ്ചിരിക്കുകയാണ് മനോഹരമായിട്ട്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ആരും കരയരുത്,
സന്തോഷമായിട്ടിരിക്കണം, ഞാൻ പോകുകയാണ്. ഇത് കേട്ടത് അവിടെ കൂട്ടക്കരച്ചിലായി. മരിക്കുകയാണെന്ന് അറിഞ്ഞത് കൂട്ടക്കരച്ചിലായി. അപ്പോൾ ഇങ്ങനെ രോഗിയായി കിടന്ന വ്യക്തി മരിച്ചു എന്നുള്ള അറിവിൽ വിചാരിച്ച് നാട്ടുകാർ ഓടിക്കൂടുക. മരിച്ചിട്ടില്ലെന്ന് അറിഞ്ഞപ്പോൾ ആരോ ഡോക്ടറെ വിളിക്കാനായിട്ട് ഓടി. ഇതിനിടയിൽ ഈ മകള് ആ കട്ടിലിരുന്ന് വളരെ കോപത്തോടു കൂടി ചുറ്റും നിൽക്കുന്നവരെ നോക്കി പറയുകയാണ്, തനി നാടൻ ഭാഷയിൽ, നിങ്ങളുടെയൊക്കെ സൂക്കേടങ്ങ് തീരട്ടെ, ഞാൻ പോകുന്നില്ല. വളരെ ഗൗരവത്തിലാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്തിനാ എനിക്ക് ചുറ്റും കൂടി നിൽക്കുന്നത്, എനിക്കൊരു കുഴപ്പവുമില്ല. അവർ സ്തംഭിച്ച് നിൽക്കുക. ആദ്യം പറഞ്ഞതും ഇതും വാക്കല്ല, ആ മാറ്റം, മുഖത്തിൻ്റെ ഭാവം. സ്വർഗീയ ആനന്ദത്തിൽ ലയിച്ച് യാത്ര പറഞ്ഞ മകളാണ് ഇപ്പോൾ കോപത്തോടു കൂടി ശാസിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു. അത് മാത്രമല്ല, അവിടെ എഴുന്നേറ്റിരിക്കുക. എന്തിനാ എൻ്റെ ചുറ്റും നിൽക്കുന്നത്, എനിക്കിപ്പോൾ അസുഖമൊന്നുമില്ല. കൈ കുടഞ്ഞു കാണിക്കുന്നു, സ്വന്തം കൈ കൊണ്ട് മുടി കെട്ടുന്നു. ഇതിനിടയിൽ ഡോക്ടർ വന്നു. ഡോക്ടർ പരിശോധിച്ചിട്ട് സ്തംഭിച്ച് നിൽക്കുന്നു. ഡോക്ടർ പറയുകയാണ്, വൈദ്യശാസ്ത്രത്തിന് ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് പറയാൻ പറ്റില്ല. ആൾ സുഖപ്പെട്ടിട്ടുണ്ട്, ഇനി ആ ക്ഷീണം മാറിയാൽ മതി. ആ സഹോദരി ഇന്ന് ഏഴുമുട്ടം താബോർ ധ്യാന മന്ദിരത്തിൽ മാധ്യസ്ഥ പ്രാർത്ഥന നടത്തുക. അപ്പോഴവിടെ എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങളോട് പറഞ്ഞില്ല. പറയാൻ നന്നായി. യേശു പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ മുത്ത് പന്നിയുടെ മുമ്പിൽ ഇട്ട് കൊടുക്കരുത്. മുത്തിൻ്റെ വില അറിയുന്നത് അത് സ്വർണ്ണ വ്യാപാരിയെ കാണിച്ചാൽ അവരതിന് വില കൽപ്പിക്കും. പന്നിയുടെ മുൻപിൽ മുത്തിട്ട് കൊടുത്തിട്ട് കാര്യമില്ല. എനിക്ക് കുറേ ദൈവാനുഭവം ഉണ്ടെന്ന് കരുതി അത് ഉൾക്കൊള്ളാൻ കഴിവില്ലാത്തവരുടെ മുമ്പിൽ വിളമ്പിയാൽ അത് അവഹേളിക്കപ്പെടും, നിന്ദിക്കപ്പെടും, അത് ചവിട്ടി മെതിക്കപ്പെടും. ഞങ്ങളൊക്കെ ധ്യാനത്തിൽ സംബന്ധിച്ച് ദർശനം എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാകാൻ പറ്റുന്നൊരവസ്ഥയായപ്പോൾ ആ സഹോദരിക്ക് അന്നുണ്ടായ അനുഭവം വിവരിക്കുകയുണ്ടായി. അവിടെ മുഴുവൻ വെള്ളവസ്ത്രധാരികളെയാണ് കാണുന്നത്. ഈ മരണക്കിടക്കയിൽ കിടക്കുന്ന ആൾ കാണുന്നത് ആ പ്രദേശം മുഴുവൻ വെള്ളവസ്ത്രധാരികൾ. 1000-ആണോ 10,000-ആണോ ലക്ഷങ്ങളാണോ എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റില്ല. അതിൻ്റെ മധ്യത്തിൽ നിന്ന് മാതാവ് വെട്ടിത്തിളങ്ങുന്ന പ്രകാശത്തിൽ നിന്ന് പുഞ്ചിരിയോടുകൂടി ഇരു കരങ്ങളിൽ നീട്ടി വിളിക്കുകയാണ്, മോളെ ഇഞ്ഞ് പോരേന്ന്. ഈ രംഗമാണ് മരിക്കാൻ കിടക്കുന്ന വ്യക്തി കാണുന്നത്. ഈ രംഗം കണ്ട് ലയിച്ചിട്ടാണ് പറഞ്ഞത്, നിങ്ങളാരും കരയരുത്, സന്തോഷമായിട്ടിരിക്കണം, ഞാൻ പോകുകയാണ്. നമ്മുടെ ദൈവം കരച്ചിൽ കണ്ടാൽ കരളഴിയുന്നൊരു ദൈവമാണ് നമുക്കുള്ളത്. ലാസറിൻ്റെ സഹോദരിമാർ കരയുന്ന കണ്ടപ്പോൾ ഈശോയും കണ്ണുനീര് പൊഴിക്കുക അവരോടൊപ്പം. അതുപോലെ എസേക്കിയ രാജാവ് പ്രവാചകൻ വന്ന് പറഞ്ഞതാണ്, നീ വീട്ടുകാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു കൊള്ളുക, നീ മരിക്കാൻ പോകുക. അദ്ദേഹം മുഖം തിരിച്ച് ചങ്ക് തകർന്നൊരൊറ്റ നിലവിളിയ, കർത്താവേ, നിൻ്റെ മുൻപിൽ ഞാൻ എത്ര നീതിയോടുകൂടിയാണ് ഈ വ്യാപരിച്ചത്, നീ ഓർക്കണമേ. ആ നിലവിളി കർത്താവ് കണ്ടു. പ്രവാചകനിലൂടെ മരിക്കാൻ പോവുകയാണ്, വീട്ടുകാര്യങ്ങൾ ക്രമീകരിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ അതേ പ്രവാചകൻ തിരിച്ചു വന്നിട്ട് പറയുകയാണ്, നിൻ്റെ കണ്ണുനീര് കർത്താവ് കണ്ടു, 15 വർഷത്തേക്ക് നിൻ്റെ ആയുസ് നീട്ടി തന്നിരിക്കുന്നു. ഇന്നങ്ങനെ ധാരാളം പേര് കണ്ണുനീര് കണ്ട് അവരുടെ ആയുസ് നീട്ടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇവർ കരയുന്ന കണ്ടപ്പോഴും മാതാവ് പറയാം, മോളെ, നിന്നെ ഇപ്പോൾ കൊണ്ടുപോയാൽ ഇവർക്ക് താങ്ങാൻ പറ്റുന്നതിൽ വലിയ ദുഃഖമാകും, പിന്നീടൊരവസരത്തിൽ കൊണ്ടുപോയിക്കൊള്ളാം. അപ്പം ഞാൻ പറയും, ഇങ്ങനെയുള്ള അനേകരുടെ, ഒരാളുടെ അനുഭവമല്ല, അനേകരുടെ അനുഭവമാണ്. ഈ മരണത്തെ ഭയത്തോടി കാണേണ്ട ഒന്നല്ല. അപ്പം നമ്മുടെ ജീവിതകാലം, മുൻകാല ജീവിതം പരിശോധിക്കുക എന്നാണ് പ്രഭാഷകൻ 40 പറയുന്നത്. 42 അധ്യായങ്ങളിൽ പറയുന്നുണ്ട്. മരണത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല, മുൻകാല ജീവിതം ഒന്ന് പരിശോധിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഒരു വർഷം നമ്മൾ പിന്നിടുമ്പോൾ ദൈവം നൽകിയ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു. എൻ്റെ ജീവിത ശൈലി വചനവുമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ടോ? എൻ്റെ ഈശോ പഠിപ്പിച്ചതുമായിട്ട് എൻ്റെ ജീവിത വാക്ക്, പ്രവൃത്തി, ജീവിതശൈലി പൊരുത്തപ്പെടുന്നുണ്ടോ? നമുക്ക് ശ്വാസോച്ഛ്വാസം നിലച്ചു കഴിഞ്ഞാൽ നന്മയോ തിന്മയോ ചെയ്യാൻ പറ്റില്ല. ക്ഷമിക്കണമെങ്കിൽ, ക്ഷമ ചോദിക്കണമെങ്കിൽ, പ്രായശ്ചിത്തം ചെയ്യണമെങ്കിൽ, എന്ത് ചെയ്യണമെങ്കിലും ജീവനുള്ളപ്പോഴേ പറ്റൂ. ആറടി മണ്ണിൽ പോയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ വചനത്തിന് നിരക്കാത്ത ഒരു ജീവിതശൈലി എനിക്കുണ്ടോ? സ്നേഹത്തിന്, ദൈവസ്നേഹത്തിനും പരസ്നേഹത്തിനും നിരക്കാത്തൊരു ജീവിതശൈലി എനിക്കുണ്ടോ? എൻ്റെ അറിവിലുള്ള ചില സഹോദരങ്ങൾ, അവർ പ്രാർത്ഥിക്കുന്നവരാണ്, പള്ളിയിൽ പോകുന്നവരാണ്. പക്ഷെ സ്വന്തം സഹോദരനുമായിട്ടുള്ള സ്നേഹബന്ധം മറ്റു കിടക്കുക വർഷങ്ങളായിട്ട്. അപ്പോൾ തമ്പുരാൻ അവർക്ക് ആയുസ് നീട്ടിക്കൊടുത്തിരിക്കുക. എന്തിനാണ് നീട്ടിക്കൊടുത്തിരിക്കുന്നത്? ഇപ്പോഴവർ മരിക്കുകയാണെങ്കിൽ അടി നരകത്തിൽ പോകും, അത്ര വിദ്വേഷത്തിലാണ് കഴിയുന്നത്. അപ്പോൾ 2015 നമ്മൾ കാലെടുത്ത് വയ്ക്കുമ്പോൾ നമ്മൾ നാണയത്തിൻ്റെ ഒരു വശം മാത്രം നോക്കിയാൽ പോരാ, അത്ഭുത കൃപകൾ മാത്രം പ്രതീക്ഷിച്ചാൽ പോരാ. ദൈവം എനിക്കൊരു പുതുവർഷം തരുമ്പോൾ, ഒരു ദിവസം തരുമ്പോൾ എൻ്റെ കടമകൾ നിർവഹിക്കാൻ കൂടി എനിക്ക് തരുന്നതാണ്. അതുകൊണ്ട് ഈശോ പറഞ്ഞ, ആർക്കും വേല ചെയ്യാൻ പറ്റാത്ത രാത്രി കാലം അടുത്തു വരുന്നു, പകലായിരിക്കുമ്പോൾ നടന്നുകൊള്ളുക. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ കാലത്തിൽ ദൈവം നൽകിയ അനുഗ്രഹത്തിന് നന്ദി പറയുകയും പുതുവർഷം ദൈവത്തിൻ്റെ കരം പിടിച്ച് നടക്കാനുള്ള പ്രതിജ്ഞ എടുക്കുക. അങ്ങനെ ദൈവത്തോട് ചേർന്ന് നടക്കുന്ന വ്യക്തിക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല.
ദൈവത്തെ വിട്ടിട്ട് തൻ്റേതായ ബുദ്ധിയെ ആശ്രയിച്ച് വിദ്യാഭ്യാസ യോഗ്യതയെ തൻ്റെ സ്ഥാനമാനങ്ങളെ സമ്പത്തിനെ ആശ്രയിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റില്ല എന്തൊക്കെയായിരിക്കും ഈ പുതുവർഷം നമ്മളെ കാത്തിരിക്കുന്നത്. ഒന്നറിയാം, ദൈവത്തോട് കൂടെ നടക്കുന്ന വ്യക്തികൾക്ക് റോമ 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും ദൈവം നന്മയ്ക്കാക്കി മാറ്റും. ഒരുപക്ഷെ പ്രഥമ ദൃഷ്ട്യാ നമുക്ക് നന്മയായിട്ട് തോന്നിയില്ലെങ്കിലും അതിൻ്റെ അന്ത്യം നന്മയായിരിക്കും. സങ്കീർത്തനം പറയുകയാണ് 119:71 ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം അങ്ങയുടെ ചട്ടങ്ങൾ ഞാൻ അഭ്യസിച്ചുവല്ലോ. ഒരിക്കലും കേരളത്തിലൊരു തീർത്ഥാടന സ്ഥലത്ത് ധ്യാനത്തിന് പോവുകയുണ്ടായി. ആ ധ്യാനത്തിൻ്റെ മുഴുവൻ ചെലവും ഒരു വ്യക്തിയാണ് വഹിക്കുന്നത്. അദ്ദേഹം വലിയൊരു ധനികനായ മനുഷ്യനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ സ്വന്തത്തിൽപ്പെട്ട പലരും ധ്യാനത്തിൽ പങ്കെടുത്ത് ഒരു ധ്യാനത്തിൽ കൂടേണ്ട ആവശ്യത്തെക്കുറിച്ച് പറയുമായിരുന്നു. അപ്പോൾ അവരെയൊക്കെ പരിഹസിച്ച് പറഞ്ഞയക്കും. ഒന്നിനും കുറവില്ലാത്ത മനുഷ്യൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കുട്ടിക്ക് അസുഖം ബാധിച്ചിരിക്കുക. പരിശോധനയിൽ തിരിഞ്ഞ് മനസ്സിലായി രക്തത്തിൽ ക്യാൻസറാണ്. അന്ന് കേരളത്തിൽ അതിനുള്ള സംവിധാനമില്ല. ബോംബെയിൽ കൊണ്ടുപോയി രക്തം മാറ്റി കൊടുത്തുകൊണ്ടിരിക്കുക ഈ കുഞ്ഞിന്. പണമുണ്ട്, ചെയ്യാം, പക്ഷേ അതിനൊരു പരിധിയുണ്ട്. ആ എത്തിയപ്പോഴാണ് ഈ കുഞ്ഞിനെയും കൂട്ടി തകർന്ന ഹൃദയത്തോടുകൂടി ഡിവൈനിൽ ധ്യാനിക്കാൻ വരിക. ആദ്യത്തെ 2 ദിവസം കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ച് കുഞ്ഞിൻ്റെ രോഗശാന്തിക്ക് വേണ്ടിയാണ്. 2 ദിവസം ദൈവവചനം കേട്ടപ്പോഴൊരു കാര്യം മനസ്സിലായി. കുഞ്ഞിൻ്റെ രക്തത്തിൽ ക്യാൻസർ, അപ്പൻ്റെയും അമ്മയുടെയും ആത്മാവിൽ ക്യാൻസർ. ഈ രോഗത്തിലൂടെ ഈ കുഞ്ഞ് മരിച്ചാലും അവൻ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് ദൈവസന്നിധിയിലേക്ക് അവൻ എടുക്കപ്പെടും. ഇന്നൊരു ആക്സിഡൻറ്റിൽ അപ്പനും അമ്മയും മരിച്ചാൽ നരകത്തിൻ്റെ അടിത്തട്ടിൽ സംസ്കരിക്കപ്പെടും. ഈ തിരിച്ചറിവ് കിട്ടിയതിന് ശേഷം ആത്മാർത്ഥമായി ദൈവവചനം കേട്ടു, നല്ലൊരു കുമ്പസാരം നടത്തി, ധ്യാനം കഴിഞ്ഞ് തിരിച്ചുപോയി. ആ കുട്ടി മരിച്ചു. 7 ദിവസം കഴിഞ്ഞപ്പോൾ ആ കുട്ടി മരിച്ചു. അവിടെ ഒരു അത്ഭുത സൗഖ്യം കർത്താവ് കൊടുത്തില്ല. പക്ഷേ കുട്ടിയുടെ സൗഖ്യത്തിന് വേണ്ടിയാണ് ധ്യാനിക്കാൻ വന്നതെങ്കിലും ഞാൻ ആ ഫോട്ടോയിൽ നോക്കി നിൽക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഈ കുട്ടിയാണ് ബ്രദറെ ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിച്ചത്. ഈ തകർച്ച എൻ്റെ ജീവിതത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഞാനൊന്നും ഈ തമ്പുരാൻ്റെ മുമ്പിൽ മുട്ടുമടക്കുന്നവനായിരുന്നില്ല. ഒന്നിനും കുറവില്ല. ഇതാണ് സങ്കീർത്തനം പറയുന്നത്, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം അങ്ങയുടെ ചട്ടങ്ങൾ ഞാൻ അഭ്യസിച്ചുവല്ലോ. അപ്പോൾ ഒരു മകന് ക്യാൻസർ വരുന്നത്, രക്തത്തിൽ ക്യാൻസർ വരുന്നത് നന്മയാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഒരു നാട്ടിൽ ക്ഷാമം വരുന്നത് നന്മയാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ ധൂർത്തപുത്രനെ സംബന്ധിച്ച് ആ ക്ഷാമം നന്മയായിട്ട് മാറി. ആ പന്നിക്ക് കൊടുക്കുന്ന തവിട് ധൂർത്തപുത്രന് കിട്ടിയിരുന്നെങ്കിൽ മറ്റൊരു പന്നിയായി അവൻ്റെ അന്ത്യം ആ പന്നിക്കൂട്ടിൽ കുറിക്കുമായിരുന്നു. ആ പന്നിക്ക് കൊടുക്കുന്ന തവിട് പോലും കിട്ടാത്തത് കൊണ്ടാണ് അവൻ അപ്പൻ്റെ ഭവനത്തിലേക്ക് വരണം എന്നുള്ള ചിന്ത വന്നത്. അപ്പോൾ ഒരു രാജ്യത്തൊരു ക്ഷാമം വരുന്നത് നന്മയല്ലെങ്കിലും, ഒരു കുട്ടിക്ക് രക്തത്തിൽ ക്യാൻസർ വരുന്നത് നന്മയല്ലെങ്കിലും, ഒരു ഭർത്താവ് വിവാഹമോചനം ആഗ്രഹിച്ച് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിലും, ഒരു ഭാര്യ എന്നോടൊപ്പം പൊറുക്കാൻ ഇഷ്ടമില്ലെന്ന് പറഞ്ഞ് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിലും, അതിൽ തന്നെ നന്മയില്ലെങ്കിലും നമ്മൾ ദൈവത്തിലേക്ക് തിരിയുമ്പോൾ നന്മയിൽ കലാശിപ്പിക്കാൻ ദൈവത്തിന് സാധിക്കും. അപ്പം അതുകൊണ്ട് പുതുവർഷം കർത്താവിനോട് കൂടി ആയിരിക്കാനുള്ളൊരു വലിയ കൃപയ്ക്ക് വേണ്ടി ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു സ്ഥലത്ത് ധ്യാനം നടത്തിയായിരുന്നു. അപ്പം ഞാൻ അവരോട് ചോദിക്കുകയുണ്ടായി, ഇതുവരെ എവിടെയും പോയൊരു ധ്യാന മന്ദിരത്തിൽ താമസിച്ച് ധ്യാനം കൂടിയിട്ടില്ലാത്തവർക്ക് ഒന്ന് കരങ്ങൾ ഉയർത്താമോ? ധാരാളം പേര് കരമുയർത്തി. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇന്ന് കേരളത്തെ ദൈവം ഇത്രമാത്രം അനുഗ്രഹിച്ചിരിക്കുന്നു. ഏതാണ്ട് 10-80 പരം ധ്യാന മന്ദിരങ്ങൾ, കൺവെൻഷനുകൾ, വചന ശുശ്രൂഷകൾ. എങ്ങോട്ട് യാത്ര ചെയ്താലും ഒരു 25-50 കിലോമീറ്ററിനുള്ളിൽ 1-2 ധ്യാന മന്ദിരമുണ്ട്. എന്നിട്ടും ഇനിയും ഒരു 5 ദിവസം അവരുടെ വിദ്യാഭ്യാസ യോഗ്യത ചോദിക്കുകയാണെങ്കിൽ ചിലർ 20 വർഷമൊക്കെ പഠനത്തിന് വേണ്ടി ചിലവഴിച്ചവരാണ്. എത്രയോ ലക്ഷങ്ങൾ പഠനത്തിന് വേണ്ടി ചിലവഴിച്ചവരാണ്. എത്രയോ പുസ്തകങ്ങൾ വായിച്ചു തീർത്തവരാണ്. ജീവൻ്റെ പുസ്തകം ബൈബിൾ ഒരു പ്രാവശ്യം പോലും മുഴുവനായിട്ട് വായിച്ചിട്ടില്ല. 5 ദിവസം ഒരു ധ്യാന മന്ദിരത്തിൽ പോയി താമസിച്ച് ദൈവവചനം കേൾക്കണോ തോന്നിയിട്ടില്ല. അപ്പം നമ്മളൊന്നും ഇവിടെ സ്ഥിരമായിട്ട് വസിക്കേണ്ടവരല്ല. ആരോ പറഞ്ഞില്ലേ, ആശിച്ച വേഷങ്ങൾ ആടാൻ കഴിയാത്ത നാടകമാണ് ഈ ജീവിതം. എല്ലാവരും ആശിച്ച വേഷങ്ങളാണോ അണിഞ്ഞിരിക്കുന്നത്? ആ നാടകത്തിൽ ഒരു രാജാവ് കഥാപാത്രമുണ്ട്. അപ്പം ഞാനതിൻ്റെ സംവിധാനം കണ്ടിട്ട് പറഞ്ഞു, എനിക്ക് ആ രാജാവിൻ്റെ വേഷം കിട്ടുകയായിരുന്നെങ്കിൽ എന്ന് ഞാൻ അഭിപ്രായം പറഞ്ഞു. അപ്പോൾ സംവിധായകൻ എന്നെ ഒന്ന് അടിമുടി നോക്കിയിട്ട് പറയുകയാണ്, പാപ്പച്ച, എൻ്റെ ഈ നാടകത്തിൽ ഒരു ഭിക്ഷക്കാരൻ കഥാപാത്രമുണ്ട്. പാപ്പച്ചനാണെങ്കിൽ വലിയ മേക്കപ്പിൻ്റെ ആവശ്യവുമില്ല, ആ ഭിക്ഷക്കാരൻ്റെ റോളിരിക്കട്ടെ. അപ്പം രാജാവിൻ്റെ കിരീടമണിഞ്ഞ് ചെങ്കോല് പിടിച്ചൊരു വേഷമിടാൻ ആഗ്രഹിച്ച എനിക്ക് ഒരു ഭിക്ഷക്കാരൻ്റെ വേഷം കിട്ടിയപ്പോൾ ചെറിയൊരു വിഷമം തോന്നി. പിന്നെ ഞാൻ ചിന്തിച്ചു, ഇത് യാഥാർത്ഥ്യമല്ലല്ലോ. കിരീടവും ചെങ്കോലും അണിഞ്ഞ് രാജകീയ വസ്ത്രങ്ങൾ അണിഞ്ഞിരുന്നാലും യാഥാർത്ഥ്യമല്ല, ഒരു നാടകമാണ്.
ഇനി കീറിപ്പറഞ്ഞ ഷർട്ടും ഒരു പിച്ചച്ചട്ടിയുമായിട്ടാണെങ്കിൽ ഇതും യാഥാർത്ഥ്യമല്ല. ഈ നാടകം കഴിയുമ്പോൾ അത് അണിയറയിൽ തൂക്കണം, എൻ്റെ യഥാർത്ഥ വസ്ത്രം ഞാൻ അണിയണം. അതുപോലൊരു നാടക സ്റ്റേജിലെ നടീനടന്മാർ, ചിലർ രാജാവിൻ്റെ റോള് കിട്ടിയിട്ടുണ്ട്, ചിലർക്കൊരു ദുഃഖപുത്രൻ്റെ ദുഃഖപുത്രിയുടെ റോള് കിട്ടിയിട്ടുണ്ട്, ചിലർക്കൊരു രോഗിയുടെ റോള് കിട്ടിയിട്ടുണ്ട്. എന്നാലും ഇത് യാഥാർത്ഥ്യമല്ല. ഇത് കഴിയുമ്പോൾ നമ്മളൊരു ശാശ്വതമായ ഭവനത്തിലേക്ക് പോകേണ്ടവരാണ്. ഇപ്പോൾ 2015 നമ്മളൊരു വിശ്വാസി കാണേണ്ടത് ദൈവവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ്. ദൈവവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുക. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും അവിടുന്ന് നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ എന്തെല്ലാം നഷ്ടപ്പെട്ടാലും, വസ്തുവകൾ നഷ്ടപ്പെട്ടാലും, ആരോഗ്യം ക്ഷയിച്ചാലും, എൻ്റെ ദൈവവും ഞാനുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുത്താതിരിക്കാൻ, അത് സ്ഥാപിച്ചിട്ടെങ്കിൽ സ്ഥാപിക്കാൻ, സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടാതിരിക്കാൻ ആവശ്യമായ കൃപാവരം നമുക്ക് ഈ 2015 ദൈവത്തോട് ചോദിക്കാം. കഴിഞ്ഞ കാലം ദൈവം നൽകിയ അനുഗ്രഹത്തിന് നന്ദി പറയാം. പുതുവർഷം മദ്യലഹരിയിലല്ല, ഒരു വ്യക്തിയിലല്ല, സമ്പത്തിലല്ല, ദൈവത്തിൽ ആനന്ദിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സന്തോഷിക്കുന്നവൻ, ആനന്ദിക്കുന്നവൻ കർത്താവിൽ ആനന്ദിക്കട്ടെ. ആ ഒരു ദൈവത്തിൽ ആനന്ദിക്കുന്ന ഒരു ജീവിതശൈലി സ്വന്തമാക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. അത് ഇഹലോകത്തിലും പരലോകത്തിലും നമുക്ക് ശാശ്വതമായ ആനന്ദം പ്രദാനം ചെയ്യുന്നതാണ്. നമ്മുടെ കഴിഞ്ഞകാല ഈ 2014 വീഴ്ചകൾക്ക് മാപ്പ് ചോദിക്കാം, അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാം. പുതുവർഷം കർത്താവിനോടുകൂടി ആയിരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം, പരിശ്രമിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.